കുറെ ആളുകൾക്ക് ക്യാപിറ്റൽ ഉണ്ട്, പക്ഷെ ആ ക്യാപിറ്റൽ സ്റ്റെക്കായി കിടക്കുന്നത് ഇൻവെന്ററിയിലാണ്. പല ആളുകൾക്കും സ്റ്റെക്കായി കിടക്കുന്നത് അത് ക്രെഡിറ്റിലാണ്. അപ്പൊ ഈ ക്രെഡിറ്റിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും നമ്മൾ ഈ സ്റ്റെക്കായി കിടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഓപ്പറേഷൻ ക്യാപിറ്റൽ സ്ട്രഗിൾ ആവും, ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ന്യൂ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യണം, ന്യൂ ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഇതിനൊക്കെ ക്യാഷ് വേണം. അപ്പൊ ലിക്വിഡിറ്റി അവിടെ ഉണ്ട്, കറക്റ്റ് സ്റ്റോക്ക് അവിടെ ഉണ്ട്. ഇതിൽ വേറൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഈ സ്റ്റോക്കിന്റെ വാല്യൂ ഇടിയുന്നുണ്ട്, മാർക്കറ്റിലെ ട്രെൻഡും ഡിമാൻഡും ഡിക്ലൈൻ ആവുന്നുണ്ട്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റോക്കിൽ കുറെ ക്യാഷ് ഉണ്ടായതുകൊണ്ടോ ആ ക്യാപിറ്റൽ അവിടെ സ്റ്റക്ക് ആയതുകൊണ്ടോ കാര്യമില്ല. അതല്ലെങ്കിൽ പുറത്ത് കുറെ ക്യാഷ് കിട്ടാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ റെഡ്യൂസ് ചെയ്തെടുക്കണം. ഫാസ്റ്റ് ആയിട്ട് റൊട്ടേഷൻ സ്റ്റോക്കിൽ നടക്കണം. ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം. കാരണം നമ്മൾ പലപ്പോഴും കുറേ സ്റ്റോക്ക് കൊണ്ടുവരിക, അത് കീപ്പ് ചെയ്യുക. സ്റ്റോക്ക് നാശാവുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല, കാരണം അത് വാല്യൂ കുറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ക്യാപിറ്റലിനെ റൊട്ടേറ്റ് ചെയ്യപ്പെടണം. ആ ക്യാപിറ്റൽ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം നിങ്ങൾ ഫിക്സ് ചെയ്യണം. അതിന്റെ സ്പീഡ് ഫിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റൂ.